മിസ്സിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. മിസ്സിൻ്റെ ക്ലാസ് എന്ന് വെച്ചാൽ സെറ്റിൻ്റെ പേപ്പർ 1 മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു അക്കാഡമിയാണല്ലോ ഹൈ എയിംസ് അക്കാഡമി. സെറ്റിൻ്റെ സിലബസിനകത്ത് പ്രത്യേകിച്ചും നമ്മുടെ ഫിലോസഫി ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആയിക്കോട്ടെ, അങ്ങനത്തെ ഏരിയ ഉണ്ടല്ലോ ബി.എഡിൻ്റെ പോർഷനിൽ നിന്ന് വരുന്നത്, അതിനകത്തെ എല്ലാ കോൺസെപ്റ്റും അതിപ്പോൾ LBSൻ്റെ സെറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്ത് അവർ എക്സ്പ്ലോർ ചെയ്യുന്ന ഏരിയ ആയിക്കോട്ടെ, എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയ ആയിക്കോട്ടെ, സിലബസിനകത്ത് പറയുന്ന എല്ലാ ഏരിയയും കവർ ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതൊന്നാമത്തെ ഒരു അഡ്വാൻറ്റേജാണ് മിസ്സിൻ്റെ അക്കാഡമിയുടെ. എല്ലാ ഏരിയയും കവർ ചെയ്യും എന്ന് മാത്രമല്ല, ഇവർ എക്സ്പ്ലോർ ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ അതിനെ ചൊല്ലിക്കൊണ്ട് തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ വന്നാൽ ശരിയാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു സ്റ്റുഡൻസ് എന്നല്ലേ നമ്മൾ കാണിക്കേണ്ട ഒരു പൊട്ടൻഷ്യൽ. അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മൾ ക്വാളിഫൈഡ് ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസ് അവരെപ്പോഴും തിരിച്ചും മറിച്ചും എക്സ്പ്ലോർ ചെയ്യുന്ന ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ്, അതിൻ്റെ ചോദ്യങ്ങളും മിസ്സിൻ്റെ ആയിട്ടുള്ള സെറ്റ് മോഡലുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസും ഒക്കെ വെച്ചുകൊണ്ടാണ് മിസ്സ് അല്ലാതെ തന്നെ ഹൈ എയിംസിൻ്റെ ഓൺലൈൻ പോർട്ടലിലായാലും അതുപോലെ തന്നെ ഗ്രൂപ്പിനകത്തായാലും മിസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസും ഒറിജിനൽ PYQസും ഒക്കെ ബ്ലെൻഡ് ചെയ്താണ് മെറ്റീരിയൽ കയറ്റുന്നത്. നോട്ട്സിനോടൊപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളും ഉണ്ടാവാറുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ്, എല്ലാ ഏരിയസിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് എങ്ങനെ വന്നാലും 4 കാലേ വീഴുന്ന തരത്തിൽ ശരിയാക്കാനുള്ളൊരു പൊട്ടൻഷ്യൽ ഹൈ എയിംസ് ചേരുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാക്കണമെന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ 6 മാസം കൂടുമ്പോൾ സെറ്റ് പരീക്ഷ നടക്കുന്നതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ നടക്കുന്ന എല്ലാ ഏരിയസിലെയും കറണ്ട് അഫയേഴ്സ്, ഇത് ജൂൺ, ജൂലൈ, നവംബർ, ഡിസംബർ, ജനുവരി, ഇങ്ങനെ എല്ലാ മാസത്തിലെയും എല്ലാ ഏരിയയിലും കറണ്ട് അഫയേഴ്സ്. അത് ഫോട്ടോ മെമ്മറി വർക്കാവുന്നവർക്ക് കൂടുതൽ ഉപകരിക്കുന്ന തരത്തിൽ വിത്ത് ഫോട്ടോസാണ്, നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സിൻ്റെ മെറ്റീരിയൽ തയ്യാറാക്കുന്നത്. ഒറ്റത്തവണ കണ്ടാൽ തന്നെ നമുക്കത് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അങ്ങനെ സെറ്റിൻ്റെ പേപ്പർ 1ന് ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഞാനിപ്പോൾ പലയിടത്തും സെറ്റിന് പഠിച്ചിട്ടുണ്ടെങ്കിലും പേപ്പർ 1ന് ഏറ്റവും ബെസ്റ്റെന്ന് തോന്നിയിട്ടുള്ളത് ഹൈ എയിംസ് തന്നെയായിരുന്നു. കാരണം ഒന്നും വിടാനില്ല, എല്ലാ ഏരിയയിൽ നിന്നും അവിടുത്തെ ഫാക്കൽറ്റീസ് നന്നായിട്ടാണ് മെറ്റീരിയൽ തയ്യാറാക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്.